ഹേ ഓൾ, എന്തെല്ലാ? ഇന്നൊരു ചെറിയ മോർണിംഗ് വ്ലോഗ് ആക്കാന്ന് വിചാരിച്ച്. അപ്പോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ഒന്നല്ല, ബട്ട് പണ്ടത്തേനെക്കാട്ടിയിൽ എത്രയോ നേരത്തെ എണീക്കുന്നുണ്ട്. ആൻഡ് ചില ദിവസങ്ങളിൽ എനിക്ക് നേരത്തെ എണീക്കാൻ ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലും ഇങ്ങനെ ചോക്ലേറ്റ് ഉള്ള ദിവസം, എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന ദിവസം, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ട് തിന്നണം എന്നുള്ളൊരു ദിവസം ഉണ്ടാവില്ലേ, ആ ദിവസത്തിൽ എനിക്ക് നേരത്തെ എണീക്കാൻ ഭയങ്കര ഇഷ്ടാറാ. ആരും എന്നെ വിളിക്കണ്ട, അലാറാമ് പോലും വേണ്ട, സ്വന്തമായിട്ട് എണീക്കാനുള്ള കഴിവ് അന്നേരം എനിക്കുണ്ട്. ആൻഡ് ചായ പോലും വേണ്ട, എണീക്കുന്ന ഡയറക്റ്റ് ഫ്രിഡ്ജിൽ പോന്ന് ചോക്ലേറ്റ് എടുക്കുന്ന, ചോക്ലേറ്റ് എന്നല്ല എന്തുള്ളത് എടുക്കും, തിന്നുന്നു. അറിയാം, ദിസ് ഇസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്, ബട്ട് ഞാൻ ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാല് മോർണിംഗ് ഇസ് എ ഡിഫറെന്റ് വൈബ്, ഫുൾ ഓഫ് പോസിറ്റിവിറ്റി. ഉമ്മ എപ്പോഴും പറയൂ, രാവിലെ എണീച്ചാല് പണിയെല്ലാം വേഗം ഒരുങ്ങും, നമുക്ക് എന്ത് ചെയ്യാനും നല്ല ടൈം ഉണ്ടാവും. പക്ഷെ എന്നാലും ബെഡിൽ നിന്ന് എണീക്കാൻ നല്ല മടിയാ, തോന്നണ്ടേ? ബെഡിൽ നിന്ന് എണീക്കാൻ ഒരു മൂഡിലും വേണ്ടേ? മുറ്റത്തുനിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാൻ ടൈമില്ല. ഇന്ന് കറി വെക്കാനുള്ള ഡ്യൂട്ടി ഉമ്മ എനക്കാ തന്നിന്. എന്റെ മോൻ എണീക്കുന്നതിന് മുന്നേ അതിൽ കുറച്ച് പണിയെങ്കിലും എനിക്ക് തീർത്ത് വെക്കണം. ഈ കറി വെക്കാൻ എന്നോട് പറഞ്ഞത് എന്റെ കൈപുണ്യം കൊണ്ടാണോ, അല്ലെ കറിന്റെ ടേസ്റ്റ് കൊണ്ടാണോ, അല്ലെങ്കിൽ ഉമ്മാക്ക് കറി വെക്കാനുള്ള മടി കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ കൈപുണ്യം, എന്റെ കറിന്റെ ടേസ്റ്റ് എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ജോക്സ് അപ്പാർട്ട്, ഞാൻ കുക്ക് ചെയ്യുന്നത് ചണ മസാലയാ. ഇതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുള്ളതിനു. ഇതുവരെ ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയാ, എല്ലാരും നല്ല റിവ്യൂസ് പറഞ്ഞൊരു കറിയാ. സോ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഉണ്ടാക്കാനാണെങ്കിലും സിമ്പിൾ ആണ്. കറി ആക്കാൻ തുടങ്ങുമ്പം തന്നെ എന്റെ മോൻ എണീച്ചിന്. ഉമ്മാന്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ ഇത്രയും പണിയെടുത്ത്. ഓൻ കുറച്ച് ടൈം വാക്കറിലിരിക്കും, പിന്നെ എനിക്ക് ബോറടിക്കും. പിന്നെ നമ്മുടെ അടുത്ത് നിന്നിട്ട് കുറച്ച് കുക്കിംഗ് കാണും, പുറത്ത് നിന്നിട്ട് കാക്കേനെയും പൂച്ചനെയും എല്ലാം കാണിച്ചു കൊടുക്കണം. ലൂത്തിന് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാക്ക, പൂച്ച, കാറിന്റെ ടയർ ഇങ്ങനെ തിരിയുന്നത്, അതെല്ലാം എന്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. പറഞ്ഞു പറഞ്ഞ് ഞാൻ വല്ലാണ്ട് അങ്ങ് കാട് കേട്ടുന്നുണ്ടല്ലേ. എന്തായാലും ചന മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇട്ട് ഇളക്കിയൊരു ഉപ്പ് നോക്കലെല്ലാം പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ഒരു പ്രാവശ്യമൊന്നുമില്ല, കുറേ പ്രാവശ്യം ഇങ്ങനെ നോക്കും. പിന്നെ ഉമ്മാനെ കൊണ്ട് കുറേ പ്രാവശ്യം നോക്കിപ്പിക്കും. എന്തായാലും ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്റെ അടുത്ത പരിപാടി, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു റൊട്ടീനാണ് ലൂത്തിനെ കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം മാറ്റി ഒരു കുട്ടപ്പനാക്കിയിട്ട് ഉറക്കല്. കുളിക്കാനും എനിക്ക് ഇഷ്ടമാണെങ്കിലും ഉറങ്ങാൻ തീരെ ഇഷ്ടമല്ല. എനിക്ക് ഉറങ്ങാൻ ഇഷ്ടം, കുളിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് കുളിക്കാൻ ഇഷ്ടം, ഉറങ്ങാൻ ഇഷ്ടമല്ല. ഹസ്ബൻഡ് എണീച്ച് വന്നാല് ഞാനും പാച്ചു ഒപ്പര ഫുഡ് കഴിക്കല്. ഞാനൊരു കട്ടൻ ചായ പേഴ്സൺ അല്ലേനു. എനിക്ക് പാൽ ചായയേനു ഇഷ്ടം, പാച്ചിക്ക് സുലൈമാനിയും. രണ്ടും ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ സുലൈമാനിയിലേക്ക് മാറി. അങ്ങനെ കുടിച്ചു കുടിച്ച് അത് ശീലായി, ഇപ്പൊ ഇഷ്ടായി. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം നമ്മളെ ഇഷ്ടമായിട്ട് മാറുമല്ലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും എന്റെ സ്പെഷ്യൽ ചന മസാലയും പിന്നെ ഉമ്മാന്റെ അടിപൊളി ചിക്കൻ റോസ്റ്റും. പാച്ചിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാ ഈ കറി ആക്കി കൊടുക്കുന്നത്. നല്ല അടിപൊളിയാന്ന് പറഞ്ഞിട്ട് എന്നെ കേറ്റി വിട്ടിട്ടുണ്ട്. എന്റെ ചന മസാലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അനിയത്തി കോളേജിൽ പോകുന്നതുകൊണ്ട് ഉമ്മയും ഇതും നേരത്തെ ഫുഡ് കഴിക്കും, ഞാനും പാച്ചി പിന്നെ ലേറ്റ് ബസ്സാ. അങ്ങനെ കുറച്ച് കിസ്സെല്ലാം പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് റാഹത്തായി പാച്ചിതാ പാച്ചിന്റെ വീട്ടിലേക്ക് പോന്ന. ഇനി രാത്രിയാ വരും. നൈറ്റ് ചിലപ്പോ ഡിന്നറിനുണ്ടാവും, ചിലപ്പോ തിന്നിട്ടേ വരും. അതിന്റെ അടുക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ 2 സാധനത്തിന് ഓർഡർ ചെയ്തതിന്. ഒന്ന് എനിക്കുള്ള സാധനം, ഒന്ന് എന്റെ ലൂത്തിനുള്ള സാധനം. അതിലേതാന്നറിയില്ല, അതിപ്പോ പൊളിച്ചു നോക്കിയാൽ അറിയാം. ഇത് ഞാൻ ലൂത്തിന് ഓർഡർ ചെയ്ത മസ്തല ബോഡി ലോഷനും ഫേഷ്യൽ ക്രീമും. രാവിലെ എണീച്ചേരെ പണിയാണല്ലോ, കറിയാക്കുക, മോനെ നോക്കുക, ഫുഡ് കഴിക്കുക. അങ്ങനെ ക്ലീനിങ് ഒന്നും നടത്തിയിട്ടില്ലേനോ. അനിയത്തി ഉണ്ടെങ്കിൽ അനിയത്തെ ക്ലീൻ ആക്കല്, അനിയത്തി ഇല്ലാത്തപ്പോ ഞാൻ ക്ലീൻ ആക്കുള്ളൂ. ഓൾ കോളേജിൽ പോയിട്ടുള്ള അതുകൊണ്ട് ക്ലീനിങ്ങും ഇനി ഞാൻ തന്നെ ചെയ്യണം. ബെഡ്ഷീറ്റ് എല്ലാം പിരിച്ച് ഞാൻ തന്നെ മൊഞ്ചാക്കി വെക്കുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ഞാനും മോനും കൂടി കയറിയിട്ട് അത് കൊളാക്കുകയും ചെയ്യും. ഇതാ എന്റെ മോനിവിടെ എണീച്ച് വന്നിട്ടുണ്ട്. ലൂത്തി ഇപ്പൊ പിടിച്ചു നിൽക്കാനെല്ലാം തുടങ്ങി. ആൻഡ് സ്റ്റെപ്പ് കയറാനാണെങ്കിൽ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവന്റെ ബാക്കിൽ നടക്കാനാ ഇപ്പൊ ടൈമുള്ളൂ. കുറച്ച് ടൈം കിട്ടുമ്പോ എന്റെ കാര്യം ചെയ്യും, ബാക്കി ടൈം ഫുൾ ഇവന്റെ ബാക്കിൽ ഓടാൻ എനിക്ക് ടൈമുള്ളൂ. ഫുൾ ബിസിയാ. ഞമ്മക്കൊരു ഗസ്റ്റ് വന്നിന്, എന്റെ കസിൻ തന്നെയാ. ഓന് ബാംഗ്ലൂരാ വർക്ക് ചെയ്യുന്നത്. ലൂത്തിന് ചെറുതിലെ ഡെലിവറി കഴിഞ്ഞ പാട് കണ്ടതാ, അതുകൊണ്ട് കാണാൻ പൂതിയായിട്ട് വന്ന്. പിന്നെ അന്യം കൂടി കാണാലോ. എനിക്ക് നല്ലത് ഭാഗ്യം അങ്ങനെ കൊണ്ടുവന്ന സാധനം വാങ്ങാണ്ടിരിക്കുക. നിന്റെ മുഖം കാണുന്നൊന്നുമില്ല. ഇവൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞേരോ ഉമ്മ നല്ല കല്ലുമ്മക്കായി ഫ്രൈ ചെയ്ത് വെച്ചിനു. അതും കഴിച്ച് അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ബാംഗ്ലൂരേക്ക് തിരിച്ചു പോന്നാ പോലും. അതുകൊണ്ട് ഇവിടുന്ന് വേഗം ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. അപ്പോ ഇന്നത്തെ എന്റെ മോർണിംഗ് അങ്ങനെ അങ്ങ് കഴിഞ്ഞ്.
എൻ്റെ ചെറിയൊരു ദിവസത്തെ ചെറിയൊരു മോർണിംഗ്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണ്ടേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കോമെന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.